സെൻട്രോ മാസ് ഓഫ് എ കോമ്പിനേഷൻസ് ആണ് എടുക്കാം. സെൻട്രോയിഡ് ഓർ സെൻട്രോ ഓഫ് മാസ് ഓഫ് കോമ്പിനേഷൻ. അതായത് നമ്മുടെ കയ്യിലൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിന് രണ്ട് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് പഠിക്കാനുള്ള സിമ്പിളായിട്ട് പറഞ്ഞു തരാണ്. ഓക്കെ, ഇതാ ഇവിടെ ഒരു റെക്റ്റാങ്കിളുണ്ട്, മറ്റൊരു റെക്റ്റാങ്കിൾ നമ്മൾ മുകളിലായിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെൻട്രോ മാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെ സെൻട്രോ മാസ് ലൊക്കേഷൻ അറിയാമല്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ആദ്യം നമ്മൾ പഠിച്ചപ്പോൾ രണ്ട് പാർട്ടിക്കിൾ M1 മാസമുള്ള പാർട്ടികളും M2 മാസമുള്ള പാർട്ടികളും എടുക്കുകയാണെങ്കിൽ അവരുടെ സെൻട്രോ മാസ് ലൊക്കേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? XCM ഈസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇവരുടെ സെൻട്രോ മാസ് ലൊക്കേഷൻ x1 y1 കണ്ടുപിടിക്കുക, x2 y2 കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഇവരെ രണ്ട് പാർട്ടിക്കിളായിട്ട് മാത്രം നമ്മൾ എടുക്കുക, വിത്ത് മാസ് M1 ആൻഡ് മാസ് M2. അങ്ങനെയാണ് ഈ ഫോമിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവരുടെ കോമ്പിനേഷൻ്റെ സെൻട്രോ മാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഇവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രോ മാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ ഒരുപക്ഷേ ഈ റെക്റ്റാങ്കിളിൻ്റെയൊക്കെ സൈഡ് ആയിരിക്കും തന്നിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇതിന് ഞാൻ പറയാം ഒരു 2 മീറ്റർ ഉണ്ടാവാം, ഇതിനൊരു 4 മീറ്റർ ഉണ്ടാവാം. ക്ലിയർ? ഇതെൻ്റെ മിഡ് പോയിന്റിലായിട്ട് തന്നേക്കാണ്. ഈ ഡിസ്റ്റൻസ് ഒരു പക്ഷേ തന്നിട്ടുണ്ടാവും, ലൈക്ക് ഒരു ടോട്ടൽ 4 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1 മീറ്റർ, ഇതൊരു 1 മീറ്റർ, ഇതൊരു 2 മീറ്റർ എടുക്കാം. ഓക്കെ, 2 മീറ്റർ എടുക്കാം. അതേപോലെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ എടുക്കാം. പഠിക്കാനുള്ള എളുപ്പത്തിന് പറയാണ് കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കുക, ഈ ഫസ്റ്റ് ഇതിനെ നമുക്ക് M1 എന്ന് വിളിക്കാം. അയാളുടെ സെൻട്രോ മാസ് ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി, അതായത് 2 മീറ്ററായി. അതേപോലെ ഹൈറ്റ് 2 മീറ്ററാണ്, അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് y 1 മീറ്റർ ആണെങ്കിൽ. അതേപോലെ ഇതാ നോക്കി, ഞാൻ ഇയാളുടെ സെൻട്രോ മാസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ദൂരം ഞാൻ 3 മീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ദൂരം 1 മീറ്റർ എടുക്കാം, ഈ ദൂരം വേണമെങ്കിൽ 2 ആയിട്ട് വല്ല എടുക്കാം. 2 മീറ്റർ എടുക്കാം, നമുക്ക് 1 മീറ്റർ. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ കേട്ടോ. ശരി, അപ്പോൾ നോക്കി, ഇയാളുടെ സെൻട്രോ മാസ് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത്രയും ദൂരം ശ്രദ്ധിക്കണേ, ഈ ദൂരം 3 മീറ്റർ ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം, 1.5. അപ്പോൾ 1.5 ഉണ്ടാവും. ഓക്കെ, ബാക്കി 2 മീറ്റർ താഴോട്ടും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.5. ശ്രദ്ധിക്കണം, എല്ലാവരും എടുക്കുക. 3ഉം 2ഉം നോക്കും, 5 ഉണ്ട്, 5ൻ്റെ ഹാഫ്. അതങ്ങനെ എടുക്കരുത്, തെറ്റാണ്. നമുക്കറിയാവുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് 3 ആണെങ്കിൽ ഹാഫ് പോയിന്റിൽ എന്തുണ്ടാവും? സെൻട്രോ മാസ് ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ദൂരം നമുക്കറിയാം, ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് എത്ര? 3.5 വരും. 1.5. ബാക്കി ഇത്ര ഉണ്ട്? 2 മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ലൈക്ക് ആദ്യത്തേണ്ടത് നമുക്ക് x1 y1 അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് എത്ര? 2, 1. രണ്ടാമത്തെ ഓബ്ജക്റ്റ് ഇതാണ്. രണ്ടാമത്തെ വെച്ച് നോക്കുമ്പം അയാൾ നമുക്ക് x2 y2 സെൻട്രോ മാസിനെ വിളിക്കുകയാണ് കേട്ടോ. ശരി, അയാളുടെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം 2ൻ്റെ ഹാഫ് 1 വരുന്നുണ്ട്, പിന്നെ ഓൾറെഡി ഒരു 1 മീറ്റർ ഇങ്ങോട്ടുണ്ടാവും. ഈ 1 മീറ്ററും ഒരു 1 മീറ്റർ കൂടെ ചേർന്ന് 2 മീറ്റർ ആയി. ഓക്കെ, ഇനി y കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ 1.5ഉം പിന്നെ 2 കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ 3.5 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ? മാസാണ്. മാസ് ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്. മാസിനെ നമുക്ക് 1 കിലോഗ്രാം എന്ന് വല്ലതും എടുക്കാം. അതേപോലെ ഇതിനെ നമുക്ക് 1 കിലോഗ്രാം എടുക്കാം. ഓക്കെ, ശരി. അപ്പം നമ്മൾ സെൻട്രോ മാസ് ലൊക്കേഷൻ എടുക്കുകയാണ്. M1 x1 പ്ലസ് M2 x2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. രണ്ടും 1 കിലോഗ്രാം ആണ്. സോ 1 ഇൻറ്റു x1ൻ്റെ വാല്യൂ 2 ആണ്, 1 കിലോഗ്രാമിൻ്റെ x2ൻ്റെ വാല്യൂ 2 ആണ്, ഹോൾ ഡിവൈഡ് ബൈ 1 + 1 2 വരും. ടോട്ടൽ 4/2 2 തന്നെ വരും അല്ലേ? സിമെട്രിക് ആയിട്ട് വരുന്നു 2 തന്നെ വരും. ഇനി YCM എടുത്ത് നോക്കുമ്പോഴോ M1 y1 പ്ലസ് M2 y2 ഡിവൈഡ് ബൈ M1 പ്ലസ് ശരി M1 y1 പ്ലസ് M2 y2 ഡിവൈഡ് ബൈ M1 പ്ലസ്. അപ്പോൾ മാസ് എത്ര? 1 കിലോഗ്രാം. y1 വാല്യൂ 1 ആണ്. മാസ് സെക്കൻഡ് മാസ് 1 കിലോഗ്രാം തന്നെ. y 3.5 ആണ്. ഡിവൈഡ് ബൈ 1 2. അപ്പോൾ 4.5 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് 2.25 എഴുതി കൂടെ. ഓക്കെ, അപ്പം ഏകദേശം ഈ ഭാഗത്തേക്ക് സെൻട്രോ മാസ് ലൊക്കേഷൻ മാറുന്നുണ്ടാവും.
അപ്പോൾ എക്സാമ്പിൾ ലാസ്റ്റ് എഴുതണം XCM YCM XCM, YCM is equal to 2, 2.25.